ഗേൾസ് PSC നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഉയർന്ന മാർക്ക് നേടുവാൻ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവ, അസം സ്വദേശി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. 2024 ഹരിവരാസനം അവാർഡ് നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 ഹരിവരാസനം അവാർഡ് നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. സാറാ ജോസഫ് കുട്ടികൾക്കായി രചിച്ച നോവൽ ലില്യപ്പ. സാറാ ജോസഫ് കുട്ടികൾക്കായി രചിച്ച നോവലാണ് ലില്യപ്പ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്ക്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക് കനൂങ്ക്. 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 126. 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 126. ഫസ്റ്റ് സ്ഥാനം ഫിൻലാൻഡ്, ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ. BBC-യുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്ന ഇന്ത്യൻ വംശജൻ സമീർ ഷാ. BBC-യുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്ന ഇന്ത്യൻ വംശജനാണ് സമീർ ഷാ. അന്തരിച്ച സിനിമാ നടൻ മമ്മുക്കോയ അഭിനയിച്ച അവസാനത്തെ സിനിമ നിയോഗം. അന്തരിച്ച സിനിമാ നടൻ മമ്മുക്കോയ അഭിനയിച്ച അവസാനത്തെ സിനിമയാണ് നിയോഗം. അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്രോർസ് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ദക്ഷിണാഫ്രിക്ക. 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്രോർസ് ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ദക്ഷിണാഫ്രിക്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ബിജയ് ഛേത്രി. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷ്യം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം. 2025 കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീൽ. 2025 കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീൽ. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണ്യ ബാല്യം. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണ്യ ബാല്യം. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ.